കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 5 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ താമസിക്കുന്നവരുടെ CPR അഥവാ ദേശീയ തിരിച്ചറിയൽ കാർഡിന്റെ പുതിയ രൂപം അടുത്ത് തന്നെ പുറത്തിറങ്ങും. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി വക്താക്കളാണ് ഇത് സ്ഥിരീകരിച്ചത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരവും അനുസരിച്ച് രൂപകൽപ്പന ചെയ്താണ് പുതിയ തിരിച്ചറിയൽ കാർഡ് പുറത്തുവരുന്നത്. അതേസമയം സമീപഭാവിയിൽ ID കാർഡുകൾ പുതുക്കാൻ പദ്ധതിയിടുന്ന പൗരന്മാരും താമസക്കാരും അടിയന്തരമായി പുതുക്കേണ്ട സാഹചര്യങ്ങളില്ലെങ്കിൽ നിലവിലെ കാർഡിന്റെ കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ ID കാർഡിൽ വിപുലമായ സുരക്ഷാ നടപടികൾ, വികസിപ്പിച്ച ഡിജിറ്റൽ ഇടപാടിനുള്ള സൗകര്യങ്ങൾ, ബയോമെട്രിക് സംവിധാനം എന്നിവ ഉണ്ടായിരിക്കുമെന്നും അറിയുന്നു. ബഹ്റിനിൽ നിന്ന് വിദേശത്തേക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴി പണം അയക്കുമ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ അത് ചെയ്യാവൂ എന്ന ഒരു നിർദ്ദേശം ബഹ്റിൻ പാർലമെന്റ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ സൈബർ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇത് സഹായിക്കുമെന്നാണ് MPമാർ പറയുന്നത്. കൂടാതെ ഉപഭോക്താക്കളിൽ എത്തുന്നതിന് മുമ്പായി തന്നെ ഓൺലൈൻ സ്കാം മെസ്സേജുകളെ ഇല്ലാതാക്കാനുള്ള നടപടികൾ ടെലികോം കമ്പനികൾ സ്വീകരിക്കണമെന്നും MPമാർ ആവശ്യപ്പെട്ടു. ഹസൻ ഇബ്രാഹിം MPയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. രാജ്യത്ത് നിരോധനം നിലനിൽക്കെ അനധികൃതമായി പിടിച്ച 55 കിലോ ചെമ്മീനുമായി 3 മത്സ്യത്തൊഴിലാളികൾ പിടിയിലായി. കോസ്റ്റ് ഗാർഡ് നടത്തിയ പട്രോളിങ്ങിനിടെയാണ് നിയമലംഘനം നടത്തിയവരെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ചെമ്മീൻ പിടിക്കുന്നതിന് പുറമെ വ്യാപാരം നടത്തുന്നതിനും രാജ്യത്ത് നിലവിൽ വിലക്കുണ്ട്. ഫെബ്രുവരി 1 മുതൽ ജൂലൈ 31 വരെ 6 മാസത്തേക്കാണ് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റൈനിൽ കഴിഞ്ഞയാഴ്ച ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനയിൽ 17 നിയമലംഘകരായ തൊഴിലാളികളെ പിടികൂടുകയും നേരത്തെ പിടിയിലായ 96 പേരെ നാടുകടത്തുകയും ചെയ്തു. ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെ 853 പരിശോധനകളാണ് LMRA നടത്തിയത്. പരിശോധനയിലുടനീളം പലയിടത്തും താമസ നിയമലംഘനങ്ങൾ കാണപ്പെട്ടതായും നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും LMRA അധികൃതർ പറഞ്ഞു. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 8ഉം മുഹറഖ് ഗവർണറേറ്റിൽ 1, നോർത്തേൺ സദേൺ ഗവർണറേറ്റുകളിലായി യഥാക്രമം 1, 2 എന്നിങ്ങനെ 12 ക്യാമ്പയിനുകളും 841 കടകളിൽ പരിശോധനയുമാണ് നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. CBSE ക്ലസ്റ്റർ ബഹ്റിൻ ചാപ്റ്റർ സ്പോർട്സ് മത്സരങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ മികവ് തെളിയിച്ചു. ചെസ്സിൽ അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ 1ാം സ്ഥാനം നേടി. സഞ്ജന സെൽവരാജ്, ധ്രുവി ശ്രീകാന്ത്, പാണിഗ്രഹി, ഉമാ ഈശ്വരി, ജാനറ്റ് ജോർജ് എന്നിവരായിരുന്നു ടീം അംഗങ്ങൾ. അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ റിച്ച ആൻഡ് ബിജു, മെർലിൻ ജെമിനിച്ചൻ, ജസീക ആൻഡ് പ്രിൻസ്, അലക്സിയ വിനോദ് തോമസ് എന്നിവരടങ്ങുന്ന ചെസ് ടീം 2ാം സ്ഥാനം നേടി. യദുനന്ദൻ, വൈഷ്ണവ് സുമേഷ്, കാശിനാഥ് കെ, സെൽജിത്ത്, ദക്ഷ് പ്രവീൺ ഗാഡി പി എന്നിവരടങ്ങുന്ന ചെസ് അണ്ടർ 14 ആൺകുട്ടികളുടെ ടീമും 2ാം സ്ഥാനം നേടി.
നേടി. കൂടാതെ ചെസ് അണ്ടർ-17 ആൺകുട്ടികളുടെ വിഭാഗത്തിലും സ്കൂൾ ടീം 2ാം സ്ഥാനം നേടി. മുഹമ്മദ് യാസിർ നജീം, വികാസ് ശക്തിവേൽ, ശ്രീറാം പനീർ സെൽവം, ധ്യാൻ മുരളീകൃഷ്ണൻ എന്നിവരാണ് ടീമിൽ ഉണ്ടായിരുന്നത്. ബാസ്കറ്റ്ബോളിൽ അണ്ടർ-19 പെൺകുട്ടികളുടെ ടീം മികച്ച പ്രകടനത്തോടെ 2ാം സ്ഥാനത്തെത്തി. അമീറ സോയ, ലിയ ബിജു, നൂപുര അശോക്, തൻവി നാഗ, ശുമവർത്തിനി, ശ്രുതി സുരേഷ്, ഗായത്രി ഉള്ളാട്ടിൽ, ഫാത്തിമ ഷഷ്മിൻ, കിഫ സിദ്ദീഖി, ജാനകി സജികുമാർ, ഗാനിയ സിദ്ദീഖി, ഫൈഗ വിമൽ എന്നിവരായിരുന്നു ടീം അംഗങ്ങൾ. ബാഡ്മിന്റൺ ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സൈറ റോസ് അനീഷ്, അലീന മേരി, നലിയ ഹറം, സെബ ചാക്കോ സലാജി എന്നിവരുൾപ്പെടെ അണ്ടർ-19 ഗേൾസ് ടീം 2ാം സ്ഥാനം നേടി. സഞ്ജയ് കുമാർ പുല്ലാനി, അലൻ തോമസ്, പ്രണവ് നായർ, ശ്രീനാഥ പത്മനാഭൻ എന്നിവർ അണ്ടർ-17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി. അണ്ടർ-19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ദേവദർശ്, സായി ശ്രീനിവാസ്, സാകേത് സലേഷ്, ധൻശ്യാം എന്നിവരടങ്ങുന്ന ടീം 2ാം സ്ഥാനം നേടി. ടേബിൾ ടെന്നീസിൽ അണ്ടർ-17 ആൺകുട്ടികളുടെ സ്കൂൾ ടീം 2ാം സ്ഥാനം നേടി. അഭിനവ് മുരളീധരൻ, ജോയൽ ഡെന്നി പുലിക്കോട്ടിൽ, ഡാൻ മാത്യൂസ്, ആൽഡ്രിൻ വിജു എന്നിവരടങ്ങുന്ന ടീമാണ് 2ാം സ്ഥാനം നേടിയത്. ഥേഷ, ജോപ്രകാശ്, മുഹമ്മദ് ഫൈസൽ, വൈ ഫാഹിം എന്നിവരടങ്ങിയ അണ്ടർ-19 ആൺകുട്ടികളുടെ ടീമും ടേബിൾ ടെന്നീസിൽ 2ാം സ്ഥാനം നേടി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ വിദ്യാർത്ഥികളെയും വകുപ്പ് മേധാവി ശ്രീധർ ശിവയുടെ നേതൃത്വത്തിലുള്ള കായിക പരിശീലകരെയും അഭിനന്ദിച്ചു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുട്ടികൾക്കായി നടത്തിവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിനോടനുബന്ധിച്ച് ദാറുൽ ഷിഫ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കും ഇസ്ലാഹി സെന്റർ പ്രവർത്തകർക്കും വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മീഡിയ 1 റിപ്പോർട്ടർ സിറാജ് പള്ളിക്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദാറുൽ ഷിഫ പ്രതിനിധികൾ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹംസ മേപ്പാടി, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ, ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ ഷാഫി, സെക്രട്ടറിമാരായ സിറാജ് പയ്യോളി, ജൻസിർ മന്നത്ത്, മുംനാസ്, അസ്ഹർ, ഷാജഹാൻ, ക്യാമ്പ് ഡയറക്ടർ സഫീർ നരക്കോ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.